വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും ഫാൻസിൻ്റെ ഇടയ്ക്കിലുള്ള ചില കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിന്ന് മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ മുടിയിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ബിജു ചേട്ടൻ പുറത്ത് ഇൻ്റർവ്യൂവിലും കാര്യങ്ങളൊക്കെ മുടിയൻ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഷോയിൽ ഉപ്പുമുളകും എപ്പിസോഡുകളിൽ വെറും 4 മക്കൾ മാത്രമേ ഉള്ളൂ എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബാലു നീലിൻ്റെ അടുത്ത് പറയുന്ന പോലത്തെ ഡയലോഗ് ഉണ്ടാവും, വെറും 4 മക്കൾ തന്നെ എന്ന രീതിക്കൊക്കെ. അതേ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ തിയേറ്റർ വിസിറ്റിലും കാര്യങ്ങളൊക്കെ മീഡിയ പീപ്പിൾസൊക്കെ ബാലു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത് ബാലു ചേട്ടൻ ഉറപ്പായിട്ട് മുടിയും കോൺട്രാക്ട് പീരീഡ് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉണ്ടാകുമെന്ന രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഭയങ്കര കോൺട്രാഡിക്റ്റ് ആയിരിക്കുന്നു. ഷോയിൽ മുടിയൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു, പുറത്ത് വന്നിട്ട് മുടിയൻ വരുമെന്ന് പറയുന്നില്ല, എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന രീതിക്ക് കുറേ ഓഡിയൻസ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തൽക്കാലം ഒരു കൊല്ലത്തേക്ക് ഇല്ലെങ്കിൽ ഒരു 7-8 മാസത്തേക്കെങ്കിലും മുടിയൻ എന്നൊരു കഥാപാത്രം ഉപ്പുമുളകിൽ ഇല്ല എന്ന രീതിക്ക് തന്നെയാണ് പോവുക. അതായത് മുടിയൻ്റെ കോൺട്രാക്ട് പീരീഡ് അല്ലെങ്കിൽ അഗ്രിമെൻറ്റ് തീരുന്നത് വരെ. അത് കഴിഞ്ഞാൽ മുടിയൻ്റെ ആ ഒരു കോൺട്രാക്റ്റിംഗ് പീരീഡും അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ മുടിയന് താല്പര്യമുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ആ സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തി ഇവരെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. മുടിയനെയും ദിയ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം മുടിയൻ എന്നൊരു കഥാപാത്രം ഇല്ലാത്തത് കൊണ്ടാണ് സീസൺ 3 മുടിയൻ എന്നൊരു കഥാപാത്രം ഇല്ല എന്ന് തുടങ്ങുന്നത് കൊണ്ടാണ് ദിയെ റംകുമാർ അഹമ്മദിയൊക്കെ ഒഴിവാക്കിയിട്ട് ശ്രീകുട്ടനെയൊക്കെ കൊണ്ടുവന്നത്. ഇപ്പോൾ തിരിച്ച് മുടിയൻ എന്നൊരു കഥാപാത്രം വരികയാണെങ്കിൽ ദിയെയും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ആ ഒരു 7-8 മാസം കഴിഞ്ഞാൽ മുടിയൻ വരാൻ ചാൻസ് ഉണ്ട് കൂടുതലാണ് എന്ന രീതിക്ക് പറയാൻ കാരണം വേറൊന്നെന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം ഉപ്പുമുളകിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകത്തില്ല. ചക്കപ്പഴം സീസൺ 3 ആരംഭിച്ചാൽ ശ്രീകുട്ടൻ എന്നൊരു ക്യാരക്ടർ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഉപ്പുമുളകിൽ പിന്നീട് വെറും 4 പേര് വെച്ച് മാത്രം കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മുടിയനെയും ഫാമിലിയൊക്കെ തിരിച്ചു വിളിക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് ഇപ്പോൾ തൽക്കാലം ഷോയിൽ 4 മക്കൾ എന്ന രീതിക്ക് പോകത്തുള്ളൂ. മുടിയൻ്റെ പീരീഡ് ആ ഒരു കോൺട്രാക്ട് പീരീഡൊക്കെ കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മുടിയൻ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 5 മക്കൾ എന്ന രീതിക്ക് ഡയലോഗുകളിലും സിറ്റുവേഷൻസിലൊക്കെ കാണിച്ചിട്ട് മുടിയൻ അബ്രോഡിലാണ് അല്ലെങ്കിൽ ഗൾഫിലാണെന്ന രീതിക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇതിപ്പോൾ മുളകിൽ പുതുമയല്ല. ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. സീസൺ 1 ഭവാനിയമ്മ എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നു ഫസ്റ്റ് തുടക്കത്തിലൊക്കെ. പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണം ആ ഒരു കഥാപാത്രത്തെ ഒഴിവാക്കി സീസൺ 1 ഫുള്ളായിട്ട് ആ ഒരു കഥാപാത്രം ഇല്ല എന്ന രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ സീസൺ 2 ആരംഭിച്ച് പകുതിക്ക് വെച്ചാണ് ഭവാനിയമ്മ എന്നൊരു ക്യാരക്ടർ പുതിയൊരു ആർട്ടിസ്റ്റുമായിട്ട് വന്നത്. ഇപ്പോൾ ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാതിരിക്കുകയും അതൊക്കെ ഇപ്പോൾ മുളകിൽ പണ്ട് തന്നെ നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നും ആർക്കും വേണ്ട. പിന്നെ വേറൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഉപ്പുമുളകും സീസൺ 3 സ്റ്റാർട്ട് ചെയ്യണ മുമ്പ് ന്യൂസ് ചാനൽസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2 പുതിയ കുട്ടികൾ വരുന്നുണ്ട്. ഒന്ന് നന്ദൂട്ടി, അതായത് ലച്ചുവിൻ്റെ മോളായിട്ടും, പിന്നെ ഒന്ന് വേറൊരു ഇസ്താൻ പ്യാരി പറഞ്ഞിട്ട് വേറൊരു കൊച്ചിനെയും കൂടി സെലക്ട് ചെയ്ത് ഓഡിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന രീതിക്കൊക്കെ. പിന്നീട് ആ ഒരു കൊച്ചിനെ അവിടെ തന്നെ കൊണ്ടുവന്നില്ല. അപ്പോൾ ചിലർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മുടിയൻ്റെ കൊച്ചാണത്, മുടിയനിക്ക് കുട്ടി ഉണ്ടായിട്ട് ആ ഒരു കുട്ടിയാണ് വരാൻ പോകുന്നത് എന്ന രീതിക്ക് കുറച്ച് പേര് വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുട്ടി ശ്രീകുട്ടൻ്റെ മോനായിട്ട് വരേണ്ട കുട്ടിയായിരുന്നു. പക്ഷേ ഓഡിയൻസ് ഇപ്പോൾ കുറച്ച് അക്സെപ്റ്റൻസ് ആ ഒരു കാര്യങ്ങളൊക്കെ കുറവായത്, പുതിയ ക്യാരക്ടർ ഒരുപാടായി എന്ന രീതിക്ക് തോന്നുന്നത് കൊണ്ടായിരിക്കണം ആ ഒരു കുട്ടിയെ ഇപ്പോൾ തൽക്കാലം ഒഴിവാക്കി വെച്ചിരിക്കുന്നത്. അത് സ്റ്റോറിയിലും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീകുട്ടന് മകനൊന്നും ഇല്ല എന്ന രീതിക്ക് അവർ വെറുതെ പറഞ്ഞാണ് എന്ന രീതിക്ക് കാണിച്ചിട്ടായിരുന്നു. ഓൾറെഡി ശരിക്കും അങ്ങനെ ഒരു മകൻ ഉണ്ടായിരുന്നു. അത് കൊണ്ടുവരാനിരിക്കുന്ന സമയത്ത് ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു കുട്ടീനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയതാണ്. അല്ലാതെ അത് മുടിയൻ്റെ മകനായിട്ടോ അങ്ങനെയൊന്നും അല്ല സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കുട്ടിയെ ഓഡിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ശ്രീകുട്ടൻ്റെ മോനായിട്ടായിരുന്നു. പിന്നീട് സ്റ്റോറിയിൽ ഭേദഗതി വരുത്തി മാറ്റം വരുത്തി ആ ഒരു കഥാപാത്രത്തെ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. അത് നമ്മൾ ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അതിനുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ തൽക്കാലം നിലനിൽക്കുന്ന കൺഫ്യൂഷൻസ് ഇതൊക്കെയാണ് ഉപ്പുമുളകിൽ. അതൊക്കെ ക്ലിയർ ആയിക്കൊണ്ട് ഉപ്പുമുളകും വീണ്ടും പഴയതുപോലെ സീസൺ 1 പോലെ ശക്തമായി തന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് വിശ്വസിക്കാം. ഇപ്പോൾ ഉപ്പുമുളകിൽ നിങ്ങൾ ആരുടെ റീ എൻട്രിക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.